എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറിന്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സൗത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ, എണ്ണ കത്രിക്ക. ഇത് കഴിച്ചിട്ടുള്ളവർക്കറിയാം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നമുക്കിത് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. അപ്പൊ നമുക്ക് അതിന്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് അധികം വിളയാത്ത ഇതുപോലത്തെ ഈ ഒരു കത്രിക്കയാണ്. ഒത്തിരി അങ്ങ് മൂത്തിട്ടുള്ള കത്രിക്ക നമ്മൾ ഇതിലേക്ക് എടുക്കുകയും ചെയ്യരുത്. ഇതുപോലെ വിളയാത്ത പൊട്ട് കത്രിക്ക വേണം നമ്മൾ ഈ ഒരു കറിക്ക് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പൊട്ട് കത്രിക്ക ഇതുപോലെ മുഴുവനായിട്ട് തന്നെ എടുത്തിട്ട് ഈ ഒരു രീതിക്കാണ് കേട്ടോ നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഈ ഒരു കറിക്ക് നമ്മൾ കത്രിക്ക അങ്ങ് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഒരു കത്രിക്ക അങ്ങ് ഒത്തിരി അങ്ങ് അലുത്തങ്ങ് പോവും. അപ്പൊ ഈ ഒരു രീതിക്ക് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു കത്രിക്ക ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ് മാത്രം ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഒരുപാട് നേരം ഇട്ട് നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 4-5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ ഈ ഒരു പരുവത്തിൽ നിന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് കത്രിക്ക എണ്ണയ്ക്കകത്തുനിന്ന് എടുക്കാവുന്നതാണ്. ഇനി ഒരു എണ്ണയിലേക്ക് തന്നെ 200 ഗ്രാം അളവിൽ, അതായത് ഏകദേശം ഒരു 20-25ഓളം ചെറിയ ഉള്ളി ഉണ്ട്. ഇത് 200 ഗ്രാം അളവിൽ ചെറിയ ഉള്ളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 6 വലിയ എല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചെറിയ എല്ലി ആണെങ്കിൽ ഒരു 8-10 വരെയൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി ഉള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് 2 മീഡിയം വലിപ്പമുള്ള തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. ആ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. നല്ല പോലെ തന്നെ ഇളക്കി തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു 3 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ ടീസ്പൂണിലാണ് കേട്ടോ 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ അളവിൽ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ അളവിൽ ഇതുപോലെ തേങ്ങയാണ്. തേങ്ങ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. ആ ഒരു തേങ്ങയുടെ ടേസ്റ്റ് അല്ല ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് തേങ്ങ ഒരു 3 ടേബിൾ സ്പൂൺ മാത്രം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി ആ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ചച്ചുവ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ ചൂട് ആറിയതിനു ശേഷം മിക്സിയിലിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല ഫൈനായിട്ട് നമ്മളൊന്ന് അരച്ചിട്ടെടുക്കണേ. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് വീണ്ടും ഒരു 2-2.5-3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 3 വറ്റൽമുളകാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു 7-8 ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. നല്ലപോലെ തന്നെ ഇളക്കി ആ ഒരു ഉള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് വാടി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു അരപ്പില്ലേ, ആ ഒരു അരപ്പ് ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ആ ഒരു അരപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 നുള്ളു കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിന് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ടെടുക്കാം കേട്ടോ. ഒരുപാട് പുളി അങ്ങ് ആയി പോവരുത്. ചെറിയൊരു നാരങ്ങ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ നമ്മൾ പുളി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ടെടുക്കുക കുറച്ച് വെള്ളത്തിൽ. ആ ഒരു പുളിവെള്ളം മാത്രം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക. വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഇളക്കിയതിന് ശേഷം മിക്സിയുടെ ഒരു ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തിളച്ച് കയറി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കത്രിക്കയില്ലേ, ഒരു കത്രിക്ക മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു കത്രിക്ക നമ്മൾ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്താണ് ഇത് പൂർണ്ണമായിട്ടും വേവിച്ചിട്ട് എടുക്കേണ്ടത്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് അടച്ച് വെച്ച് കൊടുത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പതിയെ വേണം ഈ ഒരു കത്രിക്ക അങ്ങ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് ഇതങ്ങ് വേവിച്ചിട്ട് എടുക്കരുത്. കാരണം ആ ഒരു ഗ്രേവിയൊക്കെ അങ്ങ് വറ്റി അങ്ങ് പോവും. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ വേണം കേട്ടോ നമ്മൾ ഈ ഒരു കത്രിക്ക ഒന്ന് വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു കത്രിക്ക വേവിച്ചിട്ടെടുക്കുമ്പോൾ ഈ ഒരു കറിക്കും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവത്തുള്ളൂ. കാരണം ആ ഒരു ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് പതിയെ ഇത് കുക്കായി വരണം. അപ്പോൾ ആ ഒരു സമയം കൊടുത്ത് തന്നെ നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കുക. പെട്ടെന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുത്തിട്ട് ഈ ഒരു കറി ഒരിക്കലും നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുക്കരുത്. അപ്പോൾ ആ ഒരു ടേസ്റ്റും വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഗ്രേവി പെട്ടെന്ന് അങ്ങ് കുറുകിയും പോവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടല്ലോ, അത്യാവശ്യം ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം.
ഈ ഒരു സമയത്ത് നമ്മൾ കത്രിക്ക എടുത്ത് നോക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഇത് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു മസാലയൊക്കെ ഒരു കത്രിക്കയുടെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും നമ്മൾ ഇതുപോലെ സ്ലോ ആയിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുമ്പോഴത്തേക്കും. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് ആ ഒരു ടേസ്റ്റ് ബാലൻസിങ്ങിനായിട്ട് നമ്മൾ സാധാരണ കറിയൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു പഞ്ചസാര ഒരു ടേസ്റ്റ് ബാലൻസിങ്ങിനായിട്ട് ചേർത്ത് കൊടുക്കുമല്ലോ, അതുപോലെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എണ്ണ കത്രിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സൗത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ. നമ്മൾ മലയാളികൾക്കിടയിൽ അത്ര ഒരു പരിചയമില്ലാത്തൊരു കറിയായിരിക്കും, പക്ഷെ ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.